നെക്സ്റ്റ് ഡേ ഇത് വീട്ടിലെല്ലാവർക്കും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 3 പേരും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിങ്ങനെ മാച്ചിങ് സ്കേർട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പിന്നെ നമുക്ക് ഒരു മൂവിയൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മണിമാസിൽ പോകാമെന്ന് വിചാരിച്ച് പോയ സമയത്ത് മണിമാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പ്ലാനറ്റ് കഫേയിൽ കയറി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് 3 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാസ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ 3 പേരും 3 ഷേക്കും കാര്യങ്ങളും, പിന്നെ പിസയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്ലാനറ്റ് കഫേയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ജുമി ഓൾറെഡി വന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നു. പാസ്ത അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിസ്സ ഭയങ്കര സോസി ആയിരുന്നു. അതേപോലെ തന്നെ ബർഗറും കുഴപ്പമുണ്ടായിരുന്നില്ല. പിസ്സ ഭയങ്കര സോസി ആയിരുന്നു. ഞാൻ ഇത്ര നമുക്ക് ഭയങ്കര കഴിക്കാൻ പറ്റാത്തൊരു സോസി ടെക്സ്ചറായിരുന്നു. അങ്ങനെ ഒരു പിസ്സ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. വയറൊക്കെ ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ മൂവിക്ക് പോവുകയാണ് ചെയ്തത്. എല്ലാം കോട്ടൊക്കെ തന്നെയാണ് വരുന്നതെങ്കിലും ഓരോന്നും ഓരോ മൂലക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നത്. നെസ്ലൻ്റെ ആലപ്പുഴ ജിങ്കാന മൂവി കാണാനായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു കസിൻ സജസ്റ്റ് ചെയ്തതായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ 3 പേരും എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മിനിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബോക്സിംഗ് ആണ് മെയിനായിട്ട്. പക്ഷേ നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം തന്നെ. അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു സമയമായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. നമ്മളിങ്ങനെ കുട ചൂടിയിട്ടാണ് 3 പേരും നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടക്ക മിസ്തയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുന്ന് ബദാം മിൽക്കും അതേപോലെ കുറച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബദാം മിൽക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല റിഫ്രഷിങ് ആണ്. ഒരു വെൽ സ്പെൻഡിങ് ഡേ ആയിരുന്നു. നമ്മൾ 3 പേരും കൂടിയാൽ ഫുള്ള് സംസാരിച്ച് നമുക്ക് എന്താ പറയുക, വർത്തമാനം പറഞ്ഞ് തീരൂല, അത്രത്തോളം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി.